കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന അവർണയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ഗീതു. ഈ സമയത്താണ് അവർണിക അങ്ങോട്ട് വന്നത്. അവർണിനെ കണ്ടപടി തന്നെ ഗീതു ചോദിച്ചു, എന്തിനാ അവർണിക എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് എന്തിനാന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടത് അവർണിക പറഞ്ഞു, നിനക്ക് അറിയത്തില്ലല്ലേ ഞാൻ നിന്നെ വിളിപ്പിച്ച എന്താന്ന്. അതെ, എനിക്ക് എന്റെ ഭർത്താവിനെ തിരിച്ചു വേണമെന്ന് പറയാം. ഭർത്താവിനെ തിരിച്ചു വേണമെന്നോ? എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് എന്റെ വയറ്റി വളർന്ന കുഞ്ഞിന്റെ അച്ഛനെ വേണമെന്ന്. നീ കിഷോറുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം അവസാനിപ്പിക്കണമെന്ന്. അതിനു വേണ്ടിയിട്ട് നിന്റെ കാല് പിടിച്ച് വേണമെങ്കിൽ ഞാൻ യാചിക്കാം. അതിനു വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാം. ഇത് കേട്ടതും ഗീത പറഞ്ഞു, ദേ അവർണിക, നീ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുക. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഇതേ കള്ളത്തരം പറയരുത് ഗീതു. എനിക്കറിയാം നീയും കിഷോറുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള തെളിവുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. അല്ല, എന്ത് തെളിവുകള്? അതൊക്കെ ഉണ്ട്. അതിനി കൂടുതലൊന്നും വിസ്തരിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ ആ തെളിവുകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നീ തന്നെ ഞെട്ടിപ്പോ. അത് കാണിക്കാന്ന് പറയാണ്. ഈ സമയത്ത് ഗോവിന്ദ് കാറിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങണത്. ഗോവിന്ദ് എന്നിട്ട് ചോദിച്ചു, എന്താ പറഞ്ഞിക, എന്താ പ്രശ്നം? നിന്റെ പ്രശ്നം ഇതിനായിട്ട് തീർന്നില്ലേന്ന് ചോദിക്കണം. ഗോവിന്ദ് സാറിന് അറിയാലോ, ഞാൻ ഗോവിന്ദ് സാറിനോട് പറഞ്ഞ കാര്യം അത്. എനിക്ക് എന്റെ കിച്ചുവിനെ തിരിച്ചു വേണം. നിങ്ങളുടെ ഭാര്യയോട് പറ, എനിക്ക് എന്റെ കിച്ചുവിനെ തിരിച്ചു തരാൻ പറ എന്ന് പറയാണ്. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, ദേ അവർണിക, നീ തെറ്റിദ്ധരിച്ചിരിക്കുക. അങ്ങനെയൊന്നുമില്ല, എനിക്ക് എന്റെ ഭാര്യനെ വിശ്വാസ എന്ന് പറഞ്ഞ് ഗീതുവിനെ ചേർത്ത് പിടിക്കുകയാണ്. എന്റെ ഭാര്യ ഒരു തെറ്റും ചെയ്യില്ല. പക്ഷെ നിന്റെ കിഷോർ ഉണ്ടല്ലോ, അവൻ ചതിയനാ. അവനാ നിന്നെ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ കള്ളത്തരം ഞാൻ പുറത്താക്കും കണ്ടോ. ഉറപ്പായിട്ട് ഇതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും അവർണിക പറഞ്ഞു, അല്ല കിച്ചു എന്ത് ചെയ്തെന്നാ? കിച്ചു ഒന്നും ചെയ്തില്ല പോലും. അവനാ ഈ ചതിയെല്ലാം ചെയ്തിരിക്കുന്നേ. അവൻ ആരെയെ കൊണ്ടോ ഈ ചതികളെല്ലാം ചെയ്തിരിക്കുന്ന നിങ്ങളെ രണ്ടുപേരും തമ്മിലടുപ്പിക്കാനായിട്ട്. എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്തവനെ പോലെ അവൻ മാറി നിൽക്കുക. അങ്ങനെ അവനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ ഗോവിന്ദാരനെ ഞാൻ കാണിച്ചു കൊടുക്കാം. ഇനി അവന്റെ അവസാനമായിരിക്കും. ഇനി അവൻ ഭൂമി ജീവനോടെ കാണരുത് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അങ്ങോട്ട് കയറി ഇങ്ങോട്ട് പോവാണ്. ഇന്ന് അവനെ തീർക്കുമെന്നും പറഞ്ഞ്. ഇത് കേട്ട് ഗീതവും അവനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. പിന്നീട് അങ്ങോട്ട് കാണിക്കുന്ന കിഷോറിന്റെ അടുത്തേക്ക് ഗോവിന്ദ് ചെല്ലുവാണ്. കിഷോർ പറഞ്ഞു, സാർ എന്തിനാ എന്നെ വിളിപ്പിച്ചേ? നിനക്ക് അറിയത്തില്ല അല്ലേടാ എന്ന് ചോദിച്ചിട്ട് കർണം അടിച്ചങ്ങോട്ട് പൊട്ടിക്കുവാണ്. നീ എന്തൊക്കെ വൃത്തികേടുകളാണ് കാണിച്ചത്? സ്വന്തം ഭാര്യേനെ, അവളോട് ഈ ക്രൂരത നീ എന്തിനാടാ ചെയ്തേ? അതും അവള് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത്. നിനക്ക് നാണമില്ലേടാ? അത് മാത്രല്ല, എനിക്ക് എന്റെ ഭാര്യേനെ വിശ്വാസമുണ്ട്. അതുകൊണ്ട് മേലാല് ഇനി ഇമാതിരി പരിപാടിയായിട്ട് മുന്നിൽ വന്നാണ്ടല്ലോ, നിന്നെ ഞാൻ കൊന്നു കളയുമെന്നും പറഞ്ഞിട്ട് അവന്റെ കർണം അടിച്ച് പൊട്ടിക്കുവാണ്. പിന്നീട് അവനെ അടിച്ച് ഒരു പരുവത്തിനാക്കി ഇടുവാണ്. അങ്ങനെ കുറെ അടി കൊണ്ടപ്പോഴത്തേനും കിഷോർ, സാറേ ഇനി എന്നെ തല്ലല്ലേ സാറേ എന്ന് പറയാണ്. സത്യം പറയടാ, ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കാണ്. സാറേ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞു, അല്ല നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറയണം. സാറിന്റെ കാല് വേണം ഞാൻ പിടിക്കാം. ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളെന്ന് പറയണം. അയ്യോ സാറേ തല്ലല്ലേ എന്ന് പറഞ്ഞ് കൈ കൂപ്പിക്കൊണ്ട് കിഷോർ നിൽക്കുക. പെട്ടെന്ന് കിഷോർ സ്വപ്നത്തിൽ നിന്ന് ഇങ്ങനെ ഞെട്ടി ഉണരുക. ഇത്ര സമയം കണ്ട കിഷോർ സ്വപ്നം കണ്ടായിരുന്നു. നമ്മളെല്ലാം വിചാരിച്ചോണ്ടിരുന്ന തന്നെ സംഭവിച്ചാന്നുള്ള കാര്യമാണ്. പക്ഷെ എല്ലാം വെറുതെ ആയിപ്പോയി. അങ്ങനെ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി, അയ്യോ തല്ലല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞു നിലവിളിച്ചോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവരിങ്ങനെ ഞെട്ടി ഉണർന്നു. നോക്കിയപ്പോഴത്തേനും കിഷോറിന് കൈയൊക്കെ കാണിച്ചിട്ട് തല്ലല്ലേ എന്ന് പറഞ്ഞ് നിൽക്കുക. എവിടുന്നോ നല്ല പൊതിരെ തല്ലയിടുന്ന സ്വപ്നം കണ്ടിട്ടുണ്ട്. കൊള്ളാം. പെട്ടെന്ന് കിഷോർ തല്ലല്ലേ എന്ന് പറഞ്ഞ് ബെഡിൽ നിന്ന് താഴേക്ക് വീഴുവാണ്. താഴേക്ക് വീണ് പെട്ടെന്ന് അങ്ങോട്ട് കണ്ണു തുറന്നു. നോക്കിയപ്പോ അവർണയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന കണ്ടത്. എവിടുന്നാ? നല്ല തല്ല് കെട്ടിയിട്ടുണ്ടല്ലോ. സ്വപ്നത്തിലാണെങ്കിലും നല്ലെണ്ണം കെട്ടിയിട്ടുണ്ടല്ലേ. അതിന്റെ ഒരു കുറവുണ്ടായിരുന്നു എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ കിഷോർ, പിന്നെ എനിക്ക് ആരും തല്ലിയില്ലെന്ന് പറയാണ്. പിന്നെ അങ്ങനെയല്ലോ വിളിച്ചു പറഞ്ഞോണ്ടിരുന്നേ. തല്ലല്ലേ എന്നാണല്ലോ വിളിച്ചു പറഞ്ഞോണ്ടിരുന്നേ. ഞാൻ കേട്ടു. അത് സ്വപ്നം സത്യമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് അവരുടെ അങ്ങ് തിരിഞ്ഞു കിടക്കുവാണ്. സ്വപ്നം അല്ലടി സത്യമാവാൻ പോന്നേ. ഞാൻ AJ ഗ്രൂപ്പിന്റെ സ്വത്തുക്കളെ മൊത്തം അടിച്ചെടുക്കാൻ പോന്നെ. നീ കണ്ടു. നീ ഈ വീടിന്റെ പടി ഇറങ്ങിയിട്ട് ഞാൻ ഗീതാഞ്ജലിയെ സ്വന്തമാക്കും. ആ ദിവസത്തിനായിട്ട് ഞാൻ കാത്തിരിക്കണേന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് ഇങ്ങനെ ഒരുമാതിരി അന്തം വിട്ട പോലെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ഗീതു അങ്ങോട്ട് വന്നു. അല്ല എന്താ കണ്ണേട്ട, എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. അയ്യോ ഞാനൊരു പ്രകാശവലയം കണ്ടായിരുന്നു. ആ പ്രകാശവലയത്തിൽ ഇങ്ങനെ തുള്ളിക്കളിച്ച് ഞാൻ അങ്ങോട്ട് പോവായിരുന്നു. അങ്ങനെ സ്വർഗത്തിൽ എത്തിയ പോലെ എനിക്കൊരു ഫീൽ ഉണ്ടായി. പെട്ടെന്ന് എന്ത് ചെയ്യാനാ ആ പ്രകാശവലയം അങ്ങോട്ട് പോയെന്ന് പറയാണ്. പ്രകാശവലയോ? അതേന്നെ, എന്റെ മുഖത്തേക്കൊരു പ്രകാശവലയം ഇങ്ങനെ വന്നതാ. അതിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങോട്ട് മാഞ്ഞ് അങ്ങോട്ട് പോയി. ഞാൻ കണ്ടതാന്ന് പറയാണ്. ഗീതുവിന് പെട്ടെന്ന് കാര്യം മനസ്സിലായി. താൻ ഫ്ലാഷ് ലൈറ്റ് അടിച്ചതാണ് ആ ഫേസ് ലോക്ക് ഒന്ന് മാറ്റാനായിട്ട്. ഈ മണ്ടന് അത് വിചാരിച്ചോണ്ടിരിക്കുന്ന ഉറക്കത്തിലല്ലേ. അപ്പം വിചാരിച്ചോണ്ടിരുന്ന എന്നാ ഏതോ പ്രകാശവലയം വന്നാന്ന. എന്നാലും ആ പ്രകാശവലയം അത് പുതിയൊരു അനുഭൂതി തന്നെയായിരുന്നു. എന്ത് സുഖമായിരുന്നറിയാം. പ്രകാശവലയത്തിൽപ്പെട്ട് ഞാൻ ഇങ്ങനെ
പഞ്ഞിക്കെട്ടി പോലെ ഒഴുകി നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ എന്റെ ദൈവമേ, ഇങ്ങേർക്ക് ഇതിന്റെ ഭ്രാന്ത് പിടിച്ചെന്നൊരവസ്ഥയായി ഗീതുവിന്. പെട്ടെന്ന് ഗീതു പറഞ്ഞു, അല്ല പിന്നീട് എന്ത് സംഭവിക്കാനാ? ആ പ്രകാശവലയം അങ്ങ് അപ്രത്യക്ഷമായി കഴിഞ്ഞപ്പോഴത്തേനും എനിക്കെന്തോ വല്ലാത്തൊരു സങ്കടമായിപ്പോയെന്ന് പറയണേ. ഇത് കേട്ടപ്പോ ഗീതു പറഞ്ഞു, അതെ, ഞാനും ആ പ്രകാശവലയം കണ്ടായിരുന്നു പറയാ. നീയും കണ്ടോന്ന് ചോദിക്കണം. അതെ. അപ്പൊ ഒരുപക്ഷെ എന്നിൽ നിന്നായിരിക്കും ആ പ്രകാശവലയം വന്നത് അങ്ങോട്ട്. അതെങ്ങനെയാ നിന്നിൽ നിന്ന് ആ പ്രകാശവലയം വരുന്നേ? അല്ല, ഞാനും കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ. എന്നാലും ആ പ്രകാശവലയം പെട്ടെന്ന് പോയതെന്താ? ഗീത മനസ്സിൽ പറയാ, പിന്നെ മണിക്കൂറുകളോളം എനിക്ക് ടോർച്ചും തെളിച്ചു പഠിച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റുമോ? ഒരു പ്രകാശവലയം പോലും. മോഹൻ അതേക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെന്തായിരിക്കും ഗീതു അങ്ങനെ കണ്ടത്? ഗീത പറഞ്ഞു, അതെ, ചിലപ്പോൾ നല്ലതായിരിക്കും അങ്ങനെ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് എന്താ ഗുണമല്ലേ ഉണ്ടായെന്ന് ചോദിക്കണം. ഗുണം? എന്ത് ഗുണം? അല്ല, ഞാൻ പറയുവേതെ പ്രകാശവലയത്തെ കുറിച്ചിട്ടേ. ഗീതു ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം ധ്യാനെ വിളിച്ചിട്ട് രഞ്ജുവിന്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞു. അപ്പം കണ്ണേട്ടനും രഞ്ജുവും തമ്മിൽ ഒരു ബന്ധങ്ങളൊന്നുമില്ല. ധ്യാനിന്റെ ഭാര്യയായിട്ടിരുന്നവളാ ഗീത്. രഞ്ജു എന്നുള്ള സത്യം ഗീതു പറഞ്ഞു കഴിഞ്ഞപ്പം ഗീതുവിന് സന്തോഷം അടക്കി പിടിക്കാൻ പറ്റിയില്ല. പാവം കണ്ണേട്ടനെ താൻ കുറെ സംശയിച്ചു. ഇനി അങ്ങനെയല്ല, താൻ കണ്ണേട്ടനുമായിട്ട് നല്ല സുന്ദരമായിട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കും. ഇനിയാണ് രാധികാമ്മയും വർണ്ണമൊക്കെ തന്റെയും കണ്ണേട്ടൻ്റെയും ജീവിതം കണ്ടിട്ട് അസൂയപ്പെടാൻ പോകുന്നേ. പിന്നീട് ഗീതു എന്ത് ചെയ്യാണ്? ഗീത ഗോവിന്ദനെ നോക്കി ഒന്ന് കണ്ണിറുക്കുവാണ്. നിനക്ക് എന്ത് പറ്റി ഗീത എന്ന് ചോദിക്കണേ. ആ പ്രകാശവലയത്തിന്റെ ഗുണമായത് കണ്ടോ? ഞാനും കണ്ടായിരുന്ന പ്രകാശവലയം എന്നും പറഞ്ഞിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ്. ഇവൾക്ക് ഇത് എന്ത് പറ്റി? രാവിലെ തന്നെ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ. എന്തേലും ആട്ടെ എന്നും പറഞ്ഞിട്ട് പ്രകാശനല്ലോട്ട് മാറിപ്പോയതാ. ഗോവിന്ദൻ അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് പോവാണ്. പുറത്തേക്ക് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഗീതു കാണുന്ന കാഴ്ച, കാഞ്ചനയും പിടിച്ചോണ്ട് രേഖ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. കാഞ്ചന പറഞ്ഞു, ഞാൻ വരുന്നില്ല, എന്നെ വിടാൻ പറയണ. എന്താ കാഞ്ചനക്ക? അവിടെ പ്രേതവും പിശാശും ഒന്നും ഇല്ല. ഉണ്ട്, ഞാൻ കണ്ടതാന്ന് പറയണ. ഇത് കയറി വാ ഇങ്ങോട്ട്. വെറുതെ ഓരോ കണ്ടിട്ട് തള്ളി അങ്ങോട്ട് മറക്കില്ല എങ്ങോട്ട് പറഞ്ഞ് ബലമായിട്ട് കയറ്റിക്കൊണ്ട് വരികയാണ്. അപ്പൊ ഗീത ചോദിച്ചു, എന്ത് പറ്റി? എന്താ? അതെ, കാഞ്ചനാക്ക രാവിലെ എങ്ങാണ്ട് പ്രേതത്തിനെ കണ്ടെന്നാ പറയണേ. ഇവിടെ പ്രേതം? ഇവിടെയോ? അതേന്നേ. ഈ സമയം ഗോവിന്ദനും അങ്ങോട്ട് വരുന്നേ. പെട്ടെന്ന് ഗോവിന്ദനും അത് കേട്ടു. കാഞ്ചന പറയാ, ഒരു പ്രകാശവലയം ഇങ്ങോട്ട് വരുന്ന കണ്ടു. അതിന്റെ പുറയിലാണെങ്കിൽ യക്ഷിയുടെ രൂപവും കണ്ടു. അത് മാത്രം എനിക്ക് ഓർമ്മയുള്ളെന്ന് പറയണ. ഗീതുവിന് ശരിക്കും ചിരിയാ വന്നേ. പെട്ടെന്ന് ഗീതിച്ച്, പ്രകാശവലയം ശരിക്കും കണ്ടാണ്? അതെ, ശരിക്കും കണ്ടതാ. ഓഹോ, അപ്പൊ ഞാനും ഗോവിന്ദേണ്ണും ആ പ്രകാശവലയം കണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പോസിറ്റീവായിട്ടാ തോന്നുന്നത്. ഗോവിന്ദേണ്ണൻ അത് പോസിറ്റീവ് എനർജി കൊടുത്തേ. പക്ഷെ കാഞ്ചനാക്ക് മാത്രം എന്നാ അതിന്റെ പുറകെ ലക്ഷ്മീനെ കണ്ടേ. ഓ, ഒരാളുടെ സ്വഭാവം പോലെ ഇരിക്കും അങ്ങനെ കാണുന്നേ. കാഞ്ചന, എനിക്ക് പേടിയാ, ഞാനിനി ഈ വീട്ടിൽ നിൽക്കില്ല എന്ന് പറയണ. രേഖ പറഞ്ഞു, കുറെ സമയായി ഇത് തന്നെ കാഞ്ചനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല, പോകുകയെന്ന് പറഞ്ഞോണ്ട്. ഞാൻ പറഞ്ഞു പേയും പിശാശും അങ്ങനെ ഒരു സാധനങ്ങളും ഇവിടെ ഇല്ലാന്ന്. പറയുന്ന കേൾക്കണ്ടേന്ന് ചോദിക്കുകയാണ്. ഗീത പറഞ്ഞു, കാഞ്ചനക്ക സൂക്ഷിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഇനിയും മിക്കവാറും അത് വരുമെന്ന് പറയണ. ഇത് കേട്ടതും കാഞ്ചന അയ്യോന്നും പറഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി ഓടുവാണ്. പിന്നീട് കാണിക്കുന്ന ഭദ്രൻ കിഷോറിനെ വിളിക്കുവാണ്. കിഷോറിനെ വിളിച്ചിട്ട് ഫോണിൽ ഇപ്പോൾ കിഷോർ വെച്ച്, എന്താ അങ്കിളെന്ന് ചോദിക്കണം. അതെ, ഈ 1,00,000 രൂപ, ഈ 1,00,000 രൂപയാണോ എൻ്റെ മോളുടെ ജീവിതവും? അത് മാത്രമല്ല എൻ്റെ ഭാര്യനെ കൊണ്ട് ഞാൻ അത്ര വലിയ വൃത്തികേടൊക്കെ ചെയ്യിച്ചതിനുള്ള പ്രതിഫലം എന്ന് ചോദിക്കുകയാണ്. വേണ്ടാത്ത മെസ്സേജുകളൊക്കെ അയച്ചതിനുള്ള പ്രതിഫലം ഇതാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും കിഷോർ പറഞ്ഞു, അങ്കിൾ എന്താ ഉദ്ദേശിച്ചേ? അറിയത്തില്ലല്ലേ, എനിക്കിപ്പോ ഒരു 1,00,00,000 രൂപയെങ്കിലും കിട്ടണമെന്ന് പറയാ. 1,00,00,000 രൂപയോ? ആഹാ, അത് കൊള്ളാലോ. അങ്കിള് നനഞ്ഞേടം കുഴിക്കാൻ നോക്കല്ലെന്ന് പറയണ. എന്നെ മോനെ, ഞാനെല്ലാം അറിഞ്ഞിട്ട് തന്നെയാ. എനിക്കിതൊന്നും പോരാ, എനിക്ക് 1,00,00,000 രൂപ ഇപ്പൊ കിട്ടണമെന്ന് പറയണം. 1,00,00,000 രൂപയും തരാൻ പറ്റില്ല അങ്കിളെ. മര്യാദയ്ക്ക് എന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ അങ്കിളിനും പ്രയോജനം ഉണ്ടാവും. അല്ലെങ്കിൽ മരുമോന്റെ മോളുടെ കാൽക്കീഴിൽ കിടന്ന് എന്നും അങ്ങനെ നിന്നെ കിടക്കാനായിരിക്കും വിധി എന്ന് പറയാം. ദേ ചെക്ക, നീ കൂടുതൽ അഭ്യാസം കാണിക്കരുത്. ഈ ഭദ്രൻ ആരാ നിനക്ക് ശരിക്കും അറിയത്തില്ല. ഈ ഭദ്രനോടാ നിന്റെ കളി. മര്യാദയ്ക്ക് ഞാൻ ചോദിച്ച പണം തന്നോണം. ഇല്ലെങ്കിൽ ഞാൻ സത്യങ്ങളെല്ലാം ഗോവിന്ദനോടും ഗീതുവിനോടും തുറന്നങ്ങോട് പറയും. പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നോളെ. അതുകൊണ്ട് ഇനി കൂടുതൽ ചോദ്യം പറച്ചിലുകളൊന്നും വേണ്ടാന്ന് പറയാണ്. ഈ സമയത്ത് വിലാസിനി പുറകെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. വിലാസിന് നോക്കിയപ്പോ ഭദ്രന്റെ കയ്യിൽ 1,00,000 രൂപ ഇരിക്കുന്നുണ്ട്. കുറെ പൈസ. ഭദ്രേട്ടന്റെ കയ്യിൽ ഇത് എവിടെ നിന്ന് ഈ പൈസ വന്ന്? എന്നാലും അത് എവിടെ നിന്ന് വന്നെന്ന് ചിന്തയാണ്. ഈ സമയത്ത് കിഷോർ മാറിയെന്ന് ഫോൺ വിളിക്കുന്ന അവർണയെ കണ്ടു. അവർണികയെ പുറകെ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഭദ്രനോട് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴത്തേനും അവർണികേനെ കണ്ടേ. പെട്ടെന്ന് കിഷോർ കോളം കട്ട് ചെയ്തിട്ട് കയറി പോവാണ്. അവർണിക്ക് സംശയം അടിച്ചു. ഓഹോ, അപ്പൊ കിച്ചു വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. തന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഫോൺ അങ്ങോട്ട് മാറ്റിയതാ. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഭദ്രൻ തിരിച്ചു നോക്കിയും വിലാസിനി, എന്താ വന്ന് നിക്കണേന്ന് ചോദിക്കണം. ഭദ്രേട്ടാ, ഇത് കണ്ടോ? ഇതെല്ലാം ചെക്കപ്പ് ചെയ്യാനുള്ള
ഡോക്ടർ കുറെ കാര്യങ്ങൾ കുറിച്ച് തന്നിട്ടുണ്ട്, നോക്കാൻ പറയാണ്. അല്ല നീ എന്തിനാ എന്നെ കാണിക്കുന്നത്? ഭദ്രേട്ടന്റെ എത്ര രൂപയാ? കുറച്ച് പൈസയും കാണണേ, 50,000 രൂപ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആ പൈസയിൽ അങ്ങോട്ട് കയറി പിടിക്കണം. ദേ വിലാസിനെ നീ കളിക്കരുത്, ഞാൻ തരത്തില്ല എന്ന് പറയാ. പിന്നെ എനിക്ക് ടെസ്റ്റുകളൊക്കെ നടത്തണ്ടേന്ന് ചോദിക്കണം. അതിനെല്ലാം നിന്റെ മരുമോനും മോളും ഉള്ളേ, പോയി ചോദിക്ക്, അവിടെ ഈ പൂത്ത പൈസയല്ലേ ഉള്ളതെന്ന് ചോദിക്കണം. ദേ ഭദ്രേട്ടാ വെറുതെ കളിക്കില്ല കേട്ടോ, എനിക്ക് ഈ ടെസ്റ്റുകളൊക്കെ നടത്തണം. പിന്നെ ടെസ്റ്റുകൾ നടത്തി ഒന്ന് പൊക്കെ അവിടുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഭദ്രൻ ആ പൈസയും കൊണ്ട് അങ്ങ് പോവാണ്. വിലാസിനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് പ്രിയ അങ്ങോട്ട് വന്നു. എന്താ അമ്മേ? അമ്മ അടുക്കള ജോലികളൊന്നും ചെയ്യാത്ത എന്താന്ന് ചോദിക്കുകയാണ്. അത് മോളെ, എനിക്ക് നല്ല തലവേദനയുണ്ട്. ഇതേ ഡോക്ടർ കുറെ ടെസ്റ്റുകളൊക്കെ കുറിച്ച് തന്നിട്ടുണ്ട്. എനിക്ക് 50,000 രൂപ വേണമെന്നറിയാം. അമ്മ കുറെ ദിവസമായാലും 50,000 രൂപയുടെ കണക്ക് പറയുന്നേ. ഇന്നലെ തന്ന 2,000 രൂപ കൊണ്ട് പുട്ടടിച്ചല്ലേന്ന് ചോദിക്കുകയാണ്. ഇല്ലെന്നേ, ഞാൻ ആ ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് കൊടുത്തു. ഉറപ്പായിട്ടും കൊടുത്താ സത്യമായിട്ട് നോക്ക്, എന്ത് ടെസ്റ്റുകളാന്ന് നോക്ക് എന്ന് പറയണം. അതെ, എനിക്കിനി 50,000 രൂപ തരുമോ മോളെന്ന് ചോദിക്കണം. ഒരു പൈസ പോലും തരത്തില്ല. ഗീത ചേച്ചിയോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് പൈസയൊന്നും കൊടുക്കണ്ടെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിലാസിനെ ഇങ്ങനെ ഞെട്ടിത്തരിച്ച് പ്രിയേനെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.